ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാരദാമ്മ തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ശാലിനിയോട് പറയുകയാണ്. ഇത്രയും നാള് സത്യഭാമയുടെ കുടുംബത്തിന് വേണ്ടി ശാലിനി ചെയ്ത ഓരോ നന്മകളും ശാരദാമ്മ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നാലും അവർക്ക് ഇതൊന്നും മനസ്സിലായില്ലല്ലോ. ബാക്കിയുള്ള എല്ലാവർക്കും അറിയാമെങ്കിലും അവരിത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തതുപോലെ നടിക്കുകയാണല്ലോ. എൻ്റെ പൊന്നു മോളെ, നീ ചെയ്തതുപോലെയൊക്കെ ആര് ചെയ്യുവടി? എടി, നീ അവർക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് അവരൊഴികെ ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം. മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെ അവൾക്കത് മനസ്സിലാകണമെന്നുമില്ല. അവരെ സംബന്ധിച്ച് നീ അവരുടെ ശത്രു മാത്രമാണ്, ആജന്മ ശത്രു. ഇത് കേട്ട് ശാലിനി പറയുന്നുണ്ട്, മറ്റൊരാളുടെ മനസ്സിലെ ധാരണ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റുമേ? പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവർ ചെയ്യുന്നതെല്ലാം കൈകെട്ടി കണ്ടോണ്ടിരിക്കാനോ? വീണ്ടും ശാലിനി പറയുന്നു, ഇത്രയും നാള് അവരുടെ ഇഷ്ടത്തിൽ തന്നെ അമ്മേ സത്യമ്മ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നും തടയാൻ ഞാൻ പോയിട്ടില്ലല്ലോ. ശാരദാമ്മ പറയുന്നു, എന്നാലേ ഇതുവരെ ഉള്ള പോലെയല്ല ഇനിയുള്ള കാര്യങ്ങൾ. സത്യമ്മ അവരുടെ മകന് രണ്ടാം കെട്ടിനെ പെണ്ണാലോചിച്ചുകൊണ്ടിരിക്കുക. സത്യമ്മയുടെ മകനെന്ന് പറഞ്ഞാലേ നിന്റെ ആരാണെന്ന് നിനക്കറിയോ? എടി, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവ്. ഇത് കേട്ട് ശാലിനി പറയുന്നു, അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? ഭർത്താവിനെ വേറെ കല്യാണം ആലോചിക്കുമ്പോൾ ഒരു പെണ്ണ് ചോദിക്കേണ്ട ചോദ്യമാണോടി ഇത്? ഞാനിപ്പോ എന്ത് ചെയ്യാനാന്ന്? പിണങ്ങി കഴിയുന്നവരാണെങ്കിൽ വേണ്ടിയില്ല. ഇതിപ്പോ ജീവന്റെ ജീവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ട് ദേ ഒരു കൊച്ചുള്ളതാ. അതിന്റെ ഭാവി എന്താവോടി? എടി, നിന്റെ ജീവിതം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. തല്ലി തകർത്തുകയോ ബോൾ പോലെ തട്ടിക്കളിക്കുകയോ കടലിലേക്ക് എറിയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഒരു കൊച്ചു വളർന്നു വരുവാണെന്ന് നീ ഓർത്തോണം. അച്ഛനും അച്ഛമ്മയും വിദേശത്താണെന്നും നാളെയോ മറ്റന്നാളും വരുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അതിനെ പറ്റിക്കാം. പക്ഷേ കുഞ്ഞു മനസ്സാണ്, അതങ്ങ് മറന്നോളും. പക്ഷേ നാളെ അവൾ ശബ്ദവും നാവും ഉയർത്തി ചോദിക്കും, എൻ്റെ അച്ഛൻ എവിടെയെന്ന്. അന്ന് നീ എന്ത് മറുപടി പറയും? ഇത് കേട്ടതും ടെൻഷനോടെ നിൽക്കുകയാണ് ശാലിനി. ഡി, എന്നെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവളാ നീ. അവൾ അല്ലെങ്കിലും അവൾക്ക് വേണ്ടി മറ്റുള്ളവർ നിന്നോട് ആ ചോദ്യം ചോദിക്കും. അന്ന് അവളുടെയും കൂടി മുന്നിൽ നിന്ന് വിയർക്കും നീ. നിന്നോട് ചോദിച്ചില്ലെങ്കിലും നിന്റെ മറുപടി കേൾക്കാൻ കാത്തിരിക്കായിരിക്കും അവളുടെ കാതുകൾ. മോളെ, സത്യമോൾക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വരുമ്പോൾ അവർ കുഞ്ഞിൻ്റെ അച്ഛനെ തിരക്കില്ലേ? അന്ന് നീ അവരോട് പറയോ, ഞാൻ എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ജീവിതവും ഒക്കെ ദാനം കൊടുത്തിരിക്കുകയാണെന്ന്? ചൂണ്ടിക്കാണിച്ചു തരാൻ ഒരു അച്ഛനില്ല, വേണമെങ്കിൽ പെണ്ണിനെയും കൊണ്ട് പോയിക്കോളാൻ പറയടി. ഇത് കേട്ട് ശാലിനി പറയുന്നു, അമ്മ ഓർക്കുന്നുണ്ടോ ഒരു 8 വർഷം മുന്നത്തെ കഥ? കല്യാണ പ്രായമെത്തിയ 3 പെൺമക്കൾ, ജീവിത മാർഗമായി ആകെയുള്ളത് ഒരു ഹോട്ടൽ. പെൺമക്കളുടെ കല്യാണം നടക്കുമ്പോൾ കല്യാണം കൈപിടിച്ച് കൊടുക്കാൻ ഞങ്ങൾക്കൊരു അച്ഛനില്ല. ചൂണ്ടിക്കാട്ടിയാലും അയാൾ സ്വന്തമല്ല, മറ്റൊരു സ്ത്രീയുടെ സ്വന്തമാണ്. അച്ഛൻ എവിടെയെന്ന് ചോദിച്ച് അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആ മക്കൾ ഞങ്ങളാരും. അച്ഛനെ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാവും. അതേതാണ്ട് ഈ സമയത്ത് തന്നെയാണ് എനിക്ക് സത്യയുടെ പ്രായമുള്ളപ്പോൾ. വളരും തോറും ഒപ്പം വളർന്ന ചിന്ത അച്ഛനെ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണെന്നാ. ആ തിരിച്ചറിവിൽ ജീവിക്കാൻ പഠിച്ചു. 3 മക്കളുടെയും കൈപിടിച്ചു കൊടുക്കാൻ അച്ഛൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ആരുടെയും ഭർത്താക്കന്മാര് അത് ആവശ്യപ്പെട്ടതുമില്ല. ജീവിതം പലപ്പോഴും അങ്ങനെയമ്മേ, നമ്മൾ വിചാരിക്കുന്ന വഴികളിലൂടെ അല്ല ഒഴുകുന്നത്. സത്യം എല്ലാം സത്യങ്ങളുമായി പൊരുത്തപ്പെട്ടോളും. ഇത് കേട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, മോളെ, എന്നെപ്പോലാവാനാണോ നീ ഇത്ര പഠിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തത്? എന്നാൽ ശാലിനി പറയുന്നു, ജീവിത പരീക്ഷ വേറെ അമ്മേ. ജയിച്ചു എന്ന് വിചാരിച്ചെടുത്ത് ജയിച്ചിട്ടുണ്ടാവില്ല. കടമകൾ ഓരോന്നും ചാടിക്കടന്ന് ബഹുദൂരം മുന്നിലെത്തിയെന്നും അഭിമാനിച്ച് നിൽക്കുമ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ എവിടെയും എത്തിയിട്ടില്ല, തുടങ്ങിയെടുത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും. ജയിച്ചു നേടി എന്നൊക്കെ കരുതിയതൊക്കെ വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കും. നേടി സമ്പാദിച്ചു എന്ന് കരുതിയതൊന്നും കയ്യിലില്ല, അല്ലെങ്കിൽ മുൻപ് വിചാരിച്ചത്ര വിലയില്ല അതിന്. ഒരർത്ഥത്തിൽ എല്ലാ പെണ്ണുങ്ങളുടെയും കഥ ഒന്ന് തന്നെയാമേ. സാഹചര്യങ്ങളും ചുറ്റുമുള്ള കഥാപാത്രങ്ങളും ഇങ്ങനെ മാറുന്നേ ഉള്ളൂ. ശാരദാമ്മ ചോദിക്കുന്നു, മോളെ, നിന്റെ ജീവിതം വിധിക്ക് വിട്ടുകൊടുക്കാനാണോ? ഇല്ലമ്മേ, അമ്മ പറഞ്ഞതുപോലെ വിഷ്ണുവേട്ടൻ പ്രാണനായി എനിക്ക്. വിഷ്ണുവേട്ടൻ എൻ്റേത് മാത്രമായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മയോട് കുറച്ചു മുമ്പേ ചോദിച്ചില്ല ഞാൻ ഇനി എന്താ വേണ്ടെന്ന്. അത് അമ്മയോട് തർക്കുത്തരം പറഞ്ഞതല്ല. എൻ്റെ ആത്മാവിനോടും മനസാക്ഷിയോടും ഇപ്പോൾ ഓരോ നിമിഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നീ എന്ത് വേണമെന്ന്. അമ്മയ്ക്ക് ഒരു മറുപടി അറിയാമെങ്കിൽ പറഞ്ഞു താ എന്ന് കരഞ്ഞുകൊണ്ട് ശാലിനി അമ്മയോട് ചോദിക്കുന്നു. മോളെ, ഇനി ഒളിച്ചിട്ടും മറിച്ചിട്ടും കാര്യമില്ല, അതിനുള്ള സമയം കഴിഞ്ഞു. നിന്റെ കൊച്ചിലെയും കൈ പിടിച്ചുകൊണ്ട് നീ നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലേ. എൻ്റെ കൊച്ചിന് അവളുടെ അച്ഛനെ വേണമെന്ന് അവരുടെ സത്യാമ്മയുടെ മുന്നിൽ വെച്ച് നീ പറയേ. അതിന് പോലും ആവശ്യമില്ലല്ലോ അമ്മേ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഏത് പാതിരാത്രിയാണെങ്കിലും പാഞ്ഞെത്തില്ലേ എൻ്റെ വിഷ്ണുവേട്ടൻ. വിഷ്ണുവേട്ടൻ്റെ ഒരു കുഞ്ഞു കൂടി ഉണ്ടെന്ന്.
അവൾ എൻ്റെ ഒപ്പമാണെന്നും കൂടി അറിഞ്ഞാലോ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, എന്നാ പിന്നെ നീ അതെങ്കിലും ഒന്ന് ചെയ്യും മോളെ. സങ്കടത്തോടെ ആലോചിച്ചിരിക്കുകയാണ് ശാലിനി. ഒടുവിൽ ശാലിനി പറയുന്നു, അത് ശരിയാവില്ലമ്മേ. ഞാൻ അങ്ങോട്ട് ചെന്നാലും വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് വന്നാലും അത് സത്യാമ്മ അറിയും. സത്യാമ്മയ്ക്ക് മുന്നിൽ വിഷ്ണുവേട്ടന് മറുപടി പറയേണ്ടി വരും. എടി, നിങ്ങൾ തമ്മിൽ കണ്ടാൽ അടുത്ത നിമിഷം അവർ ചത്തുകളയുമെന്ന് പറഞ്ഞ കാര്യമല്ലേ? അതിനെ സത്യാമ്മയോട് ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം അല്ലേ ഉള്ളൂ മോളെ. കുഞ്ഞിനെയൊക്കെ കാണുമ്പോഴേ അവരുടെ മനസ്സങ്ങ് അലിയും എന്നെ ശാരദാമ്മ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, അവിടെയാണ് പ്രശ്നം. കുഞ്ഞിൽ നിന്ന് തന്നെ പ്രശ്നം ഉണ്ടാവുമേ. ഇതുവരെ കാണാത്ത ഒരു കുഞ്ഞ് വിഷ്ണുവേട്ടൻ്റെതാണെന്ന് സത്യാമ്മ അംഗീകരിച്ചു തരില്ല. അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും. എനിക്ക് നേരെ വിരൽ ചൂണ്ടി തുടങ്ങുമ്പോൾ ശ്യാമ അറിയാതെ പറഞ്ഞു പോകും, സത്യം മാത്രമല്ല പപ്പിയും ഞാൻ പ്രസവിച്ച കുഞ്ഞാണെന്ന്. സത്യാമ്മയ്ക്ക് അത് ക്ഷമിക്കാൻ പറ്റുമോ? അവരുടെ ജീവന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാലും അതൊന്നും പരിഗണിക്കാൻ പോകുന്നില്ല. എൻ്റെ സീമന്ത ചടങ്ങിൽ വെച്ച് അമ്മ സത്യാമ്മയോട് കരഞ്ഞു പറഞ്ഞതല്ലേ അവരുടെ ജീവന് വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞതെന്ന്. എന്നിട്ട് സത്യാമ്മ ക്ഷമിച്ചോ? സ്വന്തം ചോരി എന്ന് കരുതി തൻ്റെ സ്വന്തം അമ്മയുടെ പേരിട്ട് പത്മിനിയെ വളർത്തുമ്പോൾ രോഹിത്തിന് ശ്യാമയോട് ക്ഷമിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഞാനും സത്യം മാത്രമേ ഉള്ളൂ പുറത്ത്. ഇനി ശ്യാമയും പപ്പിയും കൂടി അവരും കൂടി പുറത്താവണോ? ഭർത്താവില്ലാതെ അവരും കൂടി ഇവിടെ വന്ന് താമസിക്കണോ? ഇത് കേട്ട് ശാരദാമ്മ പറയുന്നു, മോളെ, ഇതുപോലെയുള്ള പലവിധ ഭയങ്ങൾ കൊണ്ട് സത്യാമ്മയെ ഒളിച്ചു ചെയ്ത കാര്യങ്ങളെല്ലാം നിന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത്, ജീവിതത്തിൽ തോൽപ്പിച്ച് കളഞ്ഞത്. എന്നാൽ ശാലിനി പറയുന്നു, അങ്ങനെ പൂർണ്ണമായും പറയാൻ പറ്റില്ലമ്മേ. പ്രീതിയുടെ പ്രഗ്നൻസി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അമ്മ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്കൊരു ജീവിതം കിട്ടി, കുഞ്ഞിനെ കിട്ടി. അപ്പോൾ ശ്യാമ പ്രഗ്നൻ്റ് ആണ് എന്ന് കള്ളം പറഞ്ഞ് അത് ഏറ്റെടുത്തതുകൊണ്ട് നിനക്കും നിന്റെ അനിയത്തിക്കും ഒരു ജീവിതം കിട്ടി, കുഞ്ഞിനെയും കിട്ടി അല്ലേ? ഇങ്ങനെ ഓരോരുത്തർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിന്റെ ജീവിതവും മോളെ എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, അമ്മയ്ക്ക് നേരത്തെ തന്നെ അറിയാലോ, എനിക്ക് പ്രധാനം എൻ്റെ അല്ല ചുറ്റുമുള്ളവരുടെ ജീവിതമാണ്. ഇപ്പോഴും നിന്റെ മനസ്സിലുള്ള ഒരു ചെറിയ ഭയം മാത്രമാണ് തടസ്സം. സമ്മതിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിലോ? നീ എപ്പോഴും എന്നെ കളിയാക്കാറുള്ളതല്ലേ? പുഴ പറ്റുകയും തൊടലറ്റു പോവുകയും ചെയ്താൽ നായ വന്ന് കടിക്കുമെന്ന് ഭയപ്പെടുന്ന ആളാണ് ഞാനെന്ന് അത് വീട്ടിൽ കളമോളെ. വീണ്ടും ശാലിനി പറയുന്നു, ചിലപ്പോൾ പുഴ പറ്റുകയും തുടലറ്റു പോവുകയും ചെയ്യും അമ്മേ. എൻ്റെ കൂടപ്പിറപ്പിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവിതമാണത്. അത് വെച്ച് കളിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോയി. ഞാൻ എന്ത് പറഞ്ഞ അവളെ സമാധാനിപ്പിക്കുന്നത് എന്ന സങ്കടത്തോടെ ശാരദാമ്മ വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ശാലിനിയുടെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു. വിഷ്ണു ശാലിനിയുമായിട്ടുള്ള ആ നിമിഷങ്ങളൊക്കെ ഓർക്കാണ്. ആ സമയം സത്യാമ്മ അവിടേക്ക് വന്ന് ശാലിനിയുടെ ആ ഫോട്ടോ പിടിച്ചു വാങ്ങിക്കുന്നു. വളരെ ദേഷ്യത്തോടെ അതിലേക്ക് നോക്കുകയും ചെയ്യുന്നു. അമ്മേ, എനിക്ക് താ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സത്യാമ്മ പറയുന്നു, ഇവളെ ഓർമ്മിപ്പിക്കുന്നതെല്ലാം ഞാൻ ഈ വീട്ടിൽ നിന്ന് മായച്ചു കളഞ്ഞു. വാഷ്റൂമിലെയോ ഡ്രസ്സിംഗ് റൂമിലെയോ കണ്ണാടിക്ക് സമീപം അവൾ ഒട്ടിച്ചേക്കാവുന്ന ഒരു സ്റ്റിക്കർ പൊട്ടുപോലും. അപ്പോഴും 6 വർഷം നീ ഇത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? അമ്മേ, എനിക്ക് ജീവിക്കാൻ കുറച്ച് പ്രാണവായു വേണമായിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ, ഓ നിനക്കിത് പ്രാണവായു അല്ലേടാ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ ആ ചിത്രം തറയിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങുകയായിരുന്നു സത്യഭാമ. ആ സമയം അമ്മേ എന്ന് ഉറക്കെ ദേഷ്യത്തോടെ വിളിക്കുകയാണ് വിഷ്ണു. ഈ ഫോട്ടോ എങ്ങാനും മെറിഞ്ഞുടച്ചാൽ പിന്നെ അമ്മ ഈ വിഷ്ണുവിനെ കാണില്ല എന്ന് വിഷ്ണു താക്കീത് കൊടുക്കുകയാണ് സത്യഭാമയ്ക്ക്. അമ്മയ്ക്ക് മാത്രമല്ല അമ്മേ, അമ്മയുടെ മകനും അത് ശബ്ദമെടുക്കാനും അത് പാലിക്കാനും അറിയാം എന്ന് വിഷ്ണു വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സത്യഭാമ പറയുന്നു, സത്യഭാമയെ ഭയപ്പെടുത്താൻ നോക്കുകയാണ് അല്ലേടാ? അല്ല, സത്യം പറഞ്ഞതാണ് എന്ന് വിഷ്ണു പറയുന്നു ദേഷ്യത്തോടെ. ആ ബെഡിലേക്ക് ഇടുകയാണ് ആ ചിത്രം ഭാമ. എന്നിട്ട്, നിന്നെ പേടിച്ചിട്ടല്ല, പക്ഷെ നമ്മൾക്കിടയിൽ ഒരു വാക്കുണ്ട്. അതോർത്ത് മാത്രമാണ് ഞാൻ ഈ ഫോട്ടോ നശിപ്പിക്കാത്തത്. ഈ വരുന്ന അമാവാസി അതുവരെ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് എന്തും ചെയ്യാം. ഫോട്ടോ എന്നല്ല, ശാലിനിയെ തന്നെ നേരിട്ട് കണ്ടോ നീ? അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നല്ലോ ഞാൻ. അതിന് പകരം ഫോട്ടോയിൽ നോക്കിയിരിക്കാണോ നീ? ശാലിനിയെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി താടാ നീ എന്നെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. വിഷ്ണു പറയുന്നു, അമ്മേ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. കൊച്ചു കുട്ടികളെ പോലെ ആൾക്കൂട്ടത്തിൽ കാണാതായതല്ല ശാലിനിയെ. അയാൾ മനഃപൂർവ്വം അമ്മയുടെ കൺമുന്നിന് മാറി നിൽക്കുക. അതിന് കാരണം എന്താണെന്നറിയോ? അമ്മ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചില്ലേ, ശാലിനിയെ നീ കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന്. അങ്ങനെ ചെയ്താൽ തൊട്ടടുത്ത നിമിഷം അമ്മ മരിച്ചു കളയുമെന്ന്. അത് തന്നെ അമ്മേ. ആ അമ്മയുടെയും എല്ലാവരുടെയും നന്മ കരുതിയിട്ട് തന്നെയാണ് അവൾ മാറി നിൽക്കുന്നത്.
അല്ലാതെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ല. ശാലിനി ഉള്ളിടത്തെല്ലാം ഞാൻ അന്വേഷിച്ചു ചെന്നാലും അയാൾ ഒഴിഞ്ഞുമാറി നടക്കത്തേ ഉള്ളൂ. ഇത് കേട്ട് ഭാമ പറയുന്നു, നല്ല ന്യായമാണല്ലോടാ. 6 വർഷം അവള് ഇങ്ങോട്ട് തുരിഞ്ഞു നോക്കാത്തതിനും കുറ്റക്കാരി സത്യഭാമ. അതാണ് സത്യമെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ വീണ്ടും സത്യഭാമ പറയുന്നു, എടാ അവൾ ഇങ്ങോട്ട് വരേണ്ടത്, അല്ലെങ്കിൽ നിന്നെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ ശാലിനിയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാടാ എൻ്റെ ജീവനെയും ഈ വീടിൻ്റെ നന്മയും കരുതി അവൾ മഹാത്യാഗം ചെയ്യുന്നത്? നീ സത്യം ചെയ്യുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എടാ വിഷ്ണു, മണ്ടനാവുന്നതിനും ഒരു പരിധിയുണ്ട്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രസരിപ്പുള്ള കാലം, യൗവനത്തിന്റെ 6 വർഷം നീണ്ട 6 വർഷമാ നീ ശാലിനെ കാത്തിരുന്ന് പാഴാക്കി കളഞ്ഞത്. അവളോ? എടാ നിന്നെ എങ്ങനെയോ മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങി കാണും അവൾ. ഇത് കേട്ട് അമ്മ എന്നെ ദേഷ്യത്തോടെ വിഷ്ണു വിളിക്കുന്നുണ്ട്. എന്റെ ശാലിനിക്ക് അതിനൊന്നും കഴിയില്ല. സത്യഭാമ വീണ്ടും പറയുന്നു, ഞാൻ ഈ പറഞ്ഞതിന് ഈ ഒരു ന്യായവും മറുപടി മാത്രമേ ഉള്ളൂ നിന്റെ പക്കൽ, അല്ലേ? അവള് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ ഓരോ ഞൊട്ടും ന്യായങ്ങളും സൃഷ്ടിച്ചെടുക്കുകയാണ് നിന്റെ മനസ്സ്. സാരമില്ല വിഷ്ണു, സ്നേഹം കൂടുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ എടാ, ആ സ്നേഹം ഇങ്ങോട്ടും കൂടി വേണ്ടേ? എടാ മണ്ടനാകാം, പക്ഷേ തിരുമണ്ടനാവരുത്. ഞാൻ പറഞ്ഞത് നീ ഓർമ്മ വെച്ചോ. അമാവാസി, അതിനു മുമ്പ് നിനക്ക് ശാലിനിയെ കണ്ടെത്തി എനിക്ക് മുന്നിൽ കൊണ്ടെത്താനായില്ലെങ്കിൽ ഈ ഫോട്ടോ എന്നല്ല, നിന്റെ മനസ്സിൽ അവളെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടി നശിപ്പിച്ച് കളയണം. മനസ്സിലായോ? ഡിവോഴ്സിനെ നീ സമ്മതിപ്പിക്കും ഈ സത്യഭാമ. ശേഷം ദേഷ്യത്തോടെ ഭാമ അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് വിഷ്ണുവും. ഭാമ അവിടെ നിന്ന് പോയതിനു ശേഷം വിഷ്ണു ശാലിനിയുടെ ചിത്രം എടുത്തിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കി പറയുന്നു, ശാലിനി, താൻ എവിടെയാടോ? ഈ അമാവാസിക്ക് മുമ്പ് ഒരു നിറ പൗർണമിയായി തനിക്ക് എൻ്റെ മുന്നിൽ വന്നൂടെ? ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇരുട്ടിലായി പോവുടോ? എന്നിട്ട് ആ ചിത്രം നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് വിഷ്ണു. ഇതേ സമയം പപ്പി താഴെ ഇരിക്കുകയാണ്. പൊന്നി തുടയ്ക്കാനായിട്ട് അവിടേക്ക് വരുന്നു. പൊന്നി, വിഷ്ണു കഴിച്ചായിരുന്നോ എന്ന് രാഘവൻ ചോദിച്ചു. ഇല്ല, ചെന്ന് വിളിച്ചപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ? കഴിക്കാനോ കുടിക്കാനോ പറ്റിയ മാനസികാവസ്ഥയിലാണോ അവൻ? അതിനുള്ള ഒരു അന്തരീക്ഷമുണ്ടോ ഇവിടെ? അവനാണെങ്കിൽ ആര് പറഞ്ഞാലോട്ട് കേൾക്കയില്ല എന്ന് രാഘവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അരികിൽ തന്നെ ഉണ്ടായിരുന്നു പപ്പിമോള് പറയുന്നു, ഞാൻ കഴിപ്പിക്കാം വിഷ്ണു അച്ഛനെ കൊണ്ട്. ഞാൻ കൊടുത്താൽ വിഷ്ണു അച്ഛൻ കഴിക്കും, സത്യം. പൊന്നി ആൻറ്റി പോയി ഭക്ഷണം എടുത്തോണ്ട് വന്നാൽ മതി, ഞാൻ കൊടുത്തോളാം വിഷ്ണു അച്ഛന്. പൊന്നിയുടെ ഭക്ഷണം എടുത്തിട്ട് വരാൻ രാഘവന് പറയുന്നു. രാഘവൻ പപ്പിയെ അടുത്ത് ചേർത്ത് വിളിച്ചിട്ട് പറയുന്നു, സ്വന്തം അമ്മയ്ക്കില്ലാത്ത സ്നേഹം നിനക്കുണ്ടല്ലോ മോളെ, ഞാൻ കഴിപ്പിച്ചോളാം കേട്ടോ വിഷ്ണു അച്ഛനെ കൊണ്ട് എന്നെ പപ്പിമോള് പറയുന്നു. മുഴുവൻ കഴിപ്പിക്കണം കേട്ടോ, മെടിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പപ്പിമോൾക്കൊരു ചുംബനം കൊടുക്കുകയാണ് രാഘവൻ. പിന്നീട് കാണിക്കുന്നത് ശാലിനി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പപ്പിയെക്കുറിച്ച് ഓർക്കുന്നു. പപ്പിയാണെങ്കിൽ ആ ഫോട്ടോയിലെ ചിത്രത്തിലേക്ക് നോക്കുന്നുണ്ട്, ശാലിനിയുടെ മുഖം മറച്ചു വെച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക്. ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കാണണമല്ലോ എന്ന് പപ്പി വിചാരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം പപ്പിമോള് ഒരു ടേബിളിന്റെ മുകളിലായിട്ട് കയറിയിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുന്നു. എന്നിട്ട് സ്റ്റിക്കർ ഇളക്കാൻ തുടങ്ങുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.